ബഹുമാനപ്പെട്ട ശ്രീ കെ വിജയൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ഈ 3 ധനാഭ്യർത്ഥനകളെയും ഞാൻ പിന്തുണയ്ക്കുന്നു. മത്സ്യബന്ധനം കാലാവസ്ഥാ വ്യതിയാനം മുതൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പലപ്പോഴായി അറിയിപ്പുകൾ വരും, ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുത്. അവരെല്ലാ തയ്യാറെടുപ്പോടുകൂടി വള്ളം കടലിലേക്ക് ഇറക്കുമ്പോഴാണ് ഈ അറിയിപ്പ് കിട്ടുന്നത്. ഇതൊരു സ്ഥിരം സംഭവമായി ഇപ്പം മാറിയിരിക്കുകയാണ്. ഇത്ര വലിയ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾ. സർ, ഈ വസ്തുതയെല്ലാം കണക്കിലെടുത്ത് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങളൊക്കെ എത്തിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ കുത്തകകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകിയതിനെ തുടർന്ന് അത്തരം പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. വിദേശ നാണയം നേടിത്തരുന്നതിൽ മത്സ്യത്തൊഴിലാളികളുടെ പങ്ക് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം പ്രളയമുണ്ടായ കാലയളവിൽ കാവലാളായി മത്സ്യത്തൊഴിലാളികൾ ചെയ്ത രാഷ്ട്രസേവനം നമുക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഈ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ലോകത്താകെ ലഹരി മാഫിയ കടന്നു വരുന്നു. നമ്മളേറ്റവും പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലേക്കും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുത്ത് ലഹരി മുക്ത തീരം എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ്. അതോടൊപ്പം അത് ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാന നിർവഹണ ഏജൻസിയായി ചെയ്തുകൊണ്ടാണ്. ബോധവൽക്കരണം, സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ, സ്പോർട്സ് ടൂർണമെൻറ്റുകൾ, ഡി അഡിഷൻ സെൻറ്റർ തുടങ്ങിയവ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുകയാണ്. തീർച്ചയായും അതൊരു ഭാവി കണ്ടുകൊണ്ട് തലമുറയെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ്. തീരോന്നത പദ്ധതി, ഓൺലൈൻ മാർക്കറ്റിംഗ്, റിവ്യൂ വിൽപ്പന, ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാം പറയുന്നില്ലെങ്കിലും കുറച്ച് പറയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാഫ് മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനായി സാഫ് ഇതുവരെ വിവിധ വിഭാഗങ്ങളിലായി 762 മൈക്രോ സംരംഭം കേരള ബാങ്ക് വഴിയുള്ള ദീർഘകാല വായ്പ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാഫ് നടത്തിയ ഒരു പ്രധാന ഇടപെടലാണ്. മേളകളും പ്രദർശനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ, ശുചിത്വ സാഗരം, സുന്ദരതീരം, തീരസദസ്സ് എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. ഡിജിറ്റൽ സമക്ഷം പദ്ധതി, തൊഴിൽ തീരം, 20 ലക്ഷം പേർക്ക് നേട്ടമുണ്ടാക്കുന്ന, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നോളജ് സൊസൈറ്റിയായി കേരളത്തെ മാറ്റി എടുക്കുന്നതിൻ്റെ ഭാഗമായാണ് തൊഴിൽ നൽകാനുള്ള ഇത്തരം തൊഴിൽ തീരം പദ്ധതിയിലേക്ക് ഗവൺമെൻറ് വകുപ്പ് നീങ്ങിയിട്ടുള്ളത്. ഈ ശ്രമം രജിസ്ട്രേഷൻ 6415 ഗുണഭോക്താക്കൾ ഇതിനകം വന്നു കഴിഞ്ഞു. മാസച്ചന്തകൾ, നേരത്തെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സാഫിൻ്റെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനുമായി തുടങ്ങിയിട്ടുണ്ട്. തീരമൈത്രി, ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസനം, DME, വനിതകളുടെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ഭാവനാപൂർവമായ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം ഒട്ടേറെയുണ്ട്. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കലാണ് അതിൽ പ്രധാനം. തീരമൈത്രി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് 9 തീരപ്രദേശങ്ങളായി 225 മത്സ്യത്തൊഴിലാളികൾ വനിതകൾക്ക് ഉൾപ്പെടുന്ന 45 സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ഇതിനകം ആരംഭിച്ചു. ലക്ഷ്യം മിതമായ നിരക്കിൽ മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കുക, അതിൻ്റെ ശാക്തീകരണം ഉറപ്പുവരുത്തുക, ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. JLG ഗ്രൂപ്പുകൾ, JLG പദ്ധതി 1050 JLG ഗ്രൂപ്പ് ഇതിനകം രൂപീകരിച്ചു കഴിഞ്ഞു. അതൊരു സർവ്വകാല റെക്കോർഡാണ്. ലക്ഷ്യം മത്സ്യത്തൊഴിലാളികൾ വനിതകൾക്ക് സാമ്പത്തിക ഇടപാടുകൾക്ക് ഉള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതിനാവശ്യമായ സംവിധാനവും സൗകര്യങ്ങളും നൽകുക എന്നാണ്. ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വിമൻ എംപവർമെൻറ്റ് പോളിസി, തീരമാവേലി പദ്ധതി,
മാവേലി സ്റ്റോറുകളെ തീരത്തേക്ക് കൊണ്ടുവന്ന് വില കുറഞ്ഞ് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള പദ്ധതി, സ്നേഹതീരം പദ്ധതി നേരത്തെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കപ്പാസിറ്റി ബിൽഡിംഗ്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ തുടങ്ങിയവ മീൻപിടുത്ത മേഖലയിൽ ഇന്നൊവേഷൻ കൗൺസിലിങ്ങും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നു. പുനർഗേഹം പദ്ധതിയും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണത്തിൻ്റെ കാര്യം വിശദമായി ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അത് മുഴുവൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സർ, നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തീരദേശത്ത് നടക്കുകയാണ്. അത് മത്സ്യബന്ധന രംഗത്തോ അല്ലെങ്കിൽ കടലോരത്തോ മാത്രമുള്ളതല്ല. പക്ഷേ ഫിഷറീസ്, ഹാർബർ, ജലവിഭവ വകുപ്പ്, തീരദേശ വികസന കോർപ്പറേഷൻ തുടങ്ങിയ ഇവയിൽ ചിലത് മാത്രമാണ്. എന്നാൽ ഈ വകുപ്പുകൾ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാത്തത് വലിയ പ്രശ്നമുണ്ട്. അതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർ, അതോടൊപ്പം നമ്മുടെ ഗതാഗതം, പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിൻ്റെ ഭാഗമായാണ് KSRTC കഴിഞ്ഞ 8 വർഷവുമായി 3 മന്ത്രിമാർ ഈ പ്രവർത്തനവുമായി സജീവമായി മുന്നോട്ട് വന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് വളരെ ഭാവനാപൂർവമായ പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വലിയ നഷ്ടത്തിലാണ്, പക്ഷേ അത് ഒരു സർവീസ് മേഖല എന്ന നിലയ്ക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരം നഷ്ടം എത്രമാത്രം കുറച്ചു കൊണ്ടുവന്ന് കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ രാജഭരണകാലത്തെ നമ്മൾ ഈ പൊതു ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചതാണ്. ഇന്ന് കേരളത്തിൽ മോട്ടോർ വ്യവസായ രംഗമാകെ തകർന്നതാണ്. ഞാൻ KSRTC അല്ല പറയുന്നത്, എല്ലാ വ്യവസായവും. പഴയ സ്വകാര്യ ബസ് കമ്പനികളൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. പേരുകേട്ട എത്രയോ ബസ് കമ്പനികൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാമായിരുന്നു. ഡീസൽ ചാർജ് വർധനവ്, സ്പെയർ പാർട്സിൻ്റെ വർധനവ്, റിപ്പയർ ചാർജ് തുടങ്ങിയവ സഹിക്കാൻ കഴിയാതെ ആദ്യകാല സംരംഭകരെല്ലാം പിൻവാങ്ങി. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയായിരുന്നു. ഇപ്പോൾ കൂടുതൽ ബസ്സുള്ള കമ്പനികൾ ഇല്ലാതായി 1, 2, 3 പേർ ചേർന്ന്, ജീവനക്കാർ തന്നെ ചേർന്നുള്ള ബസ്സുകളാണ് ഉള്ളത്. എന്നാൽ അതോടൊപ്പം സംസ്ഥാന വ്യാപകമായി ഓടുന്നത് KSRTC-യാണ്. KSRTC-യും സംസ്ഥാന സഹായം നൽകിയാണ് നടക്കുന്നത്. ഒരു സർവീസ് എന്ന നിലയ്ക്ക് ഓടുന്നത് പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി LDF സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന നിലക്കാണ് ഈ നിലപാട് സ്വീകരിച്ച് പോകുന്നത്. സർ, അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം തേടുക എന്ന സമീപനത്തിലേക്ക് വരാനും മറ്റ് പരമാവധി വരുമാനം സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ KSRTC ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റീസ്ട്രക്ചർ എന്ന പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പൊതുമേഖല എണ്ണ കമ്പനികളുമായി ചേർന്ന് രാവിലെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. KSRTC-യുടെ നിലവിലെ കൺസ്യൂമർ പമ്പുകളെ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇന്ധന ചില്ലറ വിൽപ്പന KSRTC മുതൽ മുടക്ക് ഇല്ലാതെ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. സംസ്ഥാനത്ത് 14 ഔട്ട്ലെറ്റുകൾ ഇതിനകം പ്രവർത്തിച്ചു എന്നത് സ്വാഗതാർഹമാണ്. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ബഡ്ജറ്റ് ടൂറിസം സെൽ രൂപീകരിച്ചു. ടൂർ പാക്കേജിൽ KSRTC നടപ്പിലാക്കി വരുന്നു. കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഇത്തരം പ്രവർത്തനം നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ എത്തിച്ച 2ാമത്തെ സെയിൽസ് ഏജന്റ് അവാർഡ് കഴിഞ്ഞ വർഷം ഇവിടെ ലഭിക്കുകയുണ്ടായി. വിനോദസഞ്ചാരികളുടെ ആവശ്യം പ്രകാരം വയനാട് കേന്ദ്രീകരിച്ച് സൈറ്റ് സീയിങ് യാത്രകൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. ബജറ്റ് സ്റ്റേ എന്ന പേരിൽ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി വരുന്നു. റിഫ്രഷ് പദ്ധതി കേരളത്തിലുടനീളം നടത്തിയതിന് തുടക്കം കുറിച്ചു. ടിക്കറ്റിൽ ഇതര വരുമാന പദ്ധതി എന്ന നിലയ്ക്ക് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സംവിധാനവും നടപ്പിലാക്കി. ഇതിനകം 2 കോടി രൂപ ഈ വകയിൽ ലഭിക്കുകയുണ്ടായി. കുപ്പിവെള്ളം വിതരണവും ഇതിൻ്റെ ഭാഗമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹില്ലി ആക്ടിവിറ്റി വാട്ടർ വിതരണം ഇതിൻ്റെ ഭാഗമാണ്. നൂതന സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്ന പദ്ധതി ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകൾ KSRTC നടപ്പിലാക്കുന്നു. ഓരോ ട്രിപ്പിനുള്ള യാത്രക്കാരുടെ എണ്ണം ഓൺലൈനായി അറിയുവാനുള്ള സംവിധാനം ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റവും ഇതിൻ്റെ ഭാഗമായി ഹാജർ കൃത്യമായി കണക്കാക്കാൻ ഉണ്ടാക്കുന്നു. സമ്പൂർണ്ണ ERP സോഫ്റ്റ്വെയർ സംവിധാനവും ഇതുവഴി അക്കൗണ്ടിംഗ് സുതാര്യമാക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ വിവിധ തലങ്ങളിൽ സൂപ്പർവൈസറി ഓഫീസർമാരുടെ ശരിയായ നിരീക്ഷണവും സംവിധാനവും ഉണ്ടാക്കുന്നു. സർ, നാദാപുരം മണ്ഡലത്തിൽ തൊട്ടിൽപ്പാലം ഒരു ഡിപ്പോ ഉണ്ട്. ആ ഡിപ്പോവിന് വേണ്ടുന്ന 1.5 ഏക്കർ സ്ഥലം സൗജന്യമായി കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് നൽകിയതാണ്.
വളരെ ലാഭകരമായി നടന്നൊരു ഡെപ്പോയായിരുന്നു. ഒട്ടേറെ ട്രിപ്പുകൾ കട്ട് ചെയ്ത് ഇന്ന് ആ നിലയിലേക്ക് അത് എത്തുന്നില്ല. അത് പരിഹരിക്കാനുള്ള ശ്രമം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം സമയം കഴിഞ്ഞു. പെൻഷൻകാർക്ക് പെൻഷൻ ആനുകൂല്യം നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കോവിഡിനെ തുടർന്നുള്ള പ്രതിസന്ധി കാലയളവിൽ 2022 ജൂൺ മാസം മുതൽ വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിരുന്നില്ല. പെൻഷൻ ആനുകൂല്യം വിതരണത്തിനായി ഒരു പ്രത്യേക സ്കീം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. പ്രതിദിന വരുമാനത്തിൻ്റെ 5% തുക പെൻഷൻ ആനുകൂല്യമായി വിതരണത്തിനായി മാറ്റിവെച്ച് പേയ്മെൻറ്റ് നടത്തി വരുന്നു. ടിക്കറ്റ് വരുമാന നൂതന പദ്ധതി, സൂപ്പർഫാസ്റ്റ് പ്രീമിയം AC ബസ്സുകൾ, മിനി ഫീഡർ, ഓർഡിനറി സർവീസ്, നോൺ AC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചെലവ് ചുരുക്കൽ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. പുതിയ അന്തർ സംസ്ഥാന ബസ്സുകൾ, ജനതാ സർവീസ്, ഇലക്ട്രിക് ഡബിൾ ഡെക്കർ തുടങ്ങിയതൊക്കെ ഇതിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. സർ, ഞാൻ നീട്ടുന്നില്ല. KSRTC പുതുതായി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ തീർച്ചയായും കേരളത്തിന് അതൊരു മാതൃകയായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ നടക്കണമെങ്കിൽ മാനേജ്മെന്റ് തൊഴിലാളിയുടെ ഒരു കെമിസ്ട്രി അനിവാര്യമാണ്. അത്തരം ഒരു പ്രവർത്തനത്തോടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ KSRTC ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് പൊതുമേഖലയെ സംരക്ഷിക്കുക എന്ന പ്രവർത്തനം നിർത്തിക്കൊണ്ട് അത് തൊഴിലാളികൾക്കും ബോധ്യമാവണം, മാനേജ്മെന്റിനും ബോധ്യമാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ KSRTCയെ രക്ഷിക്കാനുള്ള ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും ജനങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നമുക്ക് അപ്പുറവും ഇപ്പുറവും വ്യത്യാസമില്ലാതെ ഈ പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് ഒരുമിച്ച് എല്ലാവർക്കും പിന്തുണയ്ക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കുന്നു.